ബദൽ സംവിധാനം ലഭ്യമായ ഇടത്ത് ഒരുക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതുണ്ടാവും. വളരെ നിർഭാഗ്യകരമായിപ്പോയി. അതുപോലെ തന്നെ ഇത് ട്രാൻസ്ഫോമർ ഈ കെട്ടിടത്തോടെ തൊട്ടടുത്ത് തന്നെ നിലനിൽക്കുന്നത്. അതിപ്പോൾ ഇന്നലെ ഒരു അപകടം തലനാരിലേക്ക് ഒഴിവാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊരു നീക്കം ചെയ്യാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവും. അത് നോക്കാം. ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. അത് ഓൾറെഡി ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളതാണ്. ഒരു കണക്ഷനായിട്ട് നമുക്ക് HT ഉണ്ട്. അപ്പോൾ ഇത് മാറ്റാൻ റിസിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർ എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. 1,30,000 രൂപ ചെലവ് അനുമതി കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും മാറ്റണം. അത് നേരത്തെ തന്നെ മാറ്റിവെക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളതാണ്. ഇത് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടല്ല ഇപ്പം അഗ്നിബാധ ഉണ്ടായിട്ടുള്ളത്. അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇരിഞ്ഞാലക്കുട ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്ന് പുലർച്ചെ 1:15 ക്യാൻറ്റീൻ്റെ മുകൾ ഭാഗത്തായി തീപിടുത്തം ഉണ്ടായത്. ഈ സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഈ അപകടം കാണുവാൻ സാധിച്ചത്. തുടർന്ന് ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സും ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും ഓട്ടോ ഡ്രൈവേഴ്സും ചേർന്നാണ് ഈ തീ അണച്ചത്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആർക്കും അപകടങ്ങളോ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല. അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്.